ചീട്ടുകളി ഭ്രാന്തനായ ഒരാൾ സ്വയം കളിക്കുകയും മറ്റുള്ളവരെ കളിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ കളിച്ച് തോറ്റവരുടെ കയ്യിൽ നിന്ന് വസ്തുവകകൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ മരണശേഷം എവിടെ പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നരകത്തിൽ പോകുമെന്നാണ് എന്ന് കരുതിയെങ്കിൽ അങ്ങനെ അല്ലാത്ത ഒരാളെ പറ്റിയുള്ള കഥ കേട്ട് നോക്കണം. അയാളുടെ പേര് ഫ്രാൻസിസ്കോ എന്നാണ്. വലിയ ചീട്ടുകളിക്കാരനുമായിരുന്നു. പക്ഷേ അയാൾ സ്വർഗത്തിൽ പോയി. അതെങ്ങനെ പോയി എന്നാണ് ഈ കഥ പറയുന്നത്. ഹെറോദിൻ്റെ സൈന്യത്തിലെ ഇറ്റലിക്കാരനായ ഒരു പടയാളിയായിരുന്നു ഫ്രാൻസിസ്കോ. അയാളെ അറിയാവുന്ന എല്ലാവർക്കും അയാളെ വളരെ ഇഷ്ടമായിരുന്നു. അത്ര നല്ല ഒരാളായിരുന്നു അയാൾ. നല്ല പോരാളിയായിരുന്നു. സാധുക്കളോട് കരുണയുള്ളവനായിരുന്നു. യുദ്ധം ചെയ്യുമ്പോഴല്ലാതെ മറ്റൊരിക്കലും ആരെയും ഉപദ്രവിക്കാത്ത ഒരാളായിരുന്നു അയാൾ. അയാളുടെ ഒരേ ഒരു ദുശീലമായിരുന്നു ചീട്ടുകളി. അയാളൊരു ചീട്ടുകളി ഭ്രാന്തനായിരുന്നു. അയാൾ സൈന്യത്തിൽ തൻ്റെ കൂട്ടാളികളോട് മാത്രമല്ല കണ്ണിൽ കാണുന്നവരോടൊക്കെ ചീട്ട് കളിച്ചു. ആരെങ്കിലും കളിക്കാൻ തയ്യാറാകാതെ വന്നാൽ അവരെ നിർബന്ധിച്ച് ചീട്ട് കളിപ്പിച്ചു. പാഠശാലയിൽ പോകുന്ന കുട്ടികളെയും പണിക്ക് പോകുന്ന ആൾക്കാരെയും ദേവാലയത്തിൽ പോകുന്ന ആൾക്കാരെയും ഒക്കെ വിളിച്ച് അയാൾ ചീട്ട് കളിപ്പിച്ചു. ഇത് പലർക്കും പരാതിക്കിടയാക്കി. ഇക്കാര്യം കൊണ്ട് അയാൾക്ക് വലിയ കുപ്രസിദ്ധി ഉണ്ടായി. പലർക്കും ജോലി ചെയ്യാൻ പല ദിവസങ്ങളോളം പോകാൻ പറ്റിയില്ല. കുട്ടികൾക്ക് പല ദിവസവും പാഠശാലയിൽ പോകാൻ പറ്റിയില്ല ഇയാൾ കാരണം. അയാൾ വിടില്ല. അയാൾ പിടിച്ചിരുത്തി ചീട്ട് കളിപ്പിക്കും. അങ്ങനെ ഈ വിഷയം ഹെറോദിൻ്റെ ചെവിയിലെത്തി. ഹെറോദ് തൻ്റെ വിശ്രമവേളയിൽ സാധാരണ ചീട്ട് കളിക്കാറുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ പടയാളിയോട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണാധിപന്മാർ പലരും ഇറ്റലിക്കാരനായി ഫ്രാൻസിസ്കോയെ സൈന്യത്തിൽ നിന്ന് പിരിച്ചു വരണം എന്ന് ഹെറോദിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സഹികെട്ട് ഈ ഹെറോദ് ഫ്രാൻസിസ്കോയെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. അതോടെ ഫ്രാൻസിസ്കോയുടെ ജീവിതം ആകെ മാറി. അയാൾ ജോലിയിൽ നിന്ന് വിരമിച്ച പഴയ കുറേ സഹപ്രവർത്തകരെ കണ്ടുമുട്ടി. അവരുമായിട്ട് ചേർന്ന് ജെറുസലേമിലെ വിശുദ്ധ നഗരത്തിലേക്ക് പോകുന്ന വഴിയിൽ തമ്പടിച്ചു. അവിടെ ഒരു ഗുഹയിലായിരുന്നു ഇവരുടെ താമസം. ഇവരെ പ്രത്യേകിച്ച് അക്രമങ്ങളൊന്നും നടത്തിയില്ല. സാധുക്കളെ കൊള്ളയടിച്ചതുമില്ല. പക്ഷേ ഏതെങ്കിലും ധനികരായ യാത്രികൾ അതുവഴി വരുമ്പോൾ ഈ ഫ്രാൻസിസ്കോയുടെ സുഹൃത്തുക്കൾ അവിടെ ചെന്ന് വഴിതടയും. എന്നിട്ട് അവരെ ഫ്രാൻസിസ്കോയുടെ കൂടെ ചീട്ട് കളിക്കാൻ വിളിക്കും. ഈ ചീട്ട് കളിക്കാൻ ചെന്ന് വിളിക്കുന്ന ഇവരുടെ കയ്യിൽ ആയുധങ്ങളുള്ളതുകൊണ്ട് ആരും എതിർപ്പൊന്നും പ്രകടിപ്പിക്കുകയില്ല. ഇവരുടെ ഒപ്പം ഫ്രാൻസിസ്കോയുടെ കൂടെ ചീട്ട് കളിക്കാൻ വരും. അങ്ങനെ അവർ ഗുഹയിലെത്തുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് സ്വീകരിച്ചിരുത്തുകയും കുശലം പറയുകയൊക്കെ ചെയ്തിട്ട് ചീട്ട് കളിക്കാൻ തുടങ്ങും. ചീട്ട് കളിക്കുമ്പോൾ എപ്പോഴും ഫ്രാൻസിസ്കോയ്ക്കായിരിക്കും വിജയം. അപ്പോൾ പന്തയം വെക്കും. അങ്ങനെ പന്തയം വെച്ച് ഈ യാത്രികരുടെ കയ്യിലുള്ള സ്വത്തുക്കൾ മുഴുവൻ ഇവർ വാങ്ങും. ഇവർ പോകാനിറങ്ങുമ്പോൾ അടുത്ത തവണ കൂടുതൽ പണവുമായിട്ട് വന്ന് ഇവരുടെ കൂടെ കളിക്കണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യും. അങ്ങനെ ആ വഴി ആൾക്കാർക്ക് വരാൻ തന്നെ മടിയായി. പാവങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ പണക്കാർക്ക് ദേവാലയത്തിലേക്ക് പോകാൻ തന്നെ പേടിയായി. പോകുന്ന വഴിക്ക് ഇവരുണ്ട്. ഇവർ സ്വത്തെല്ലാം കളിച്ച് പിടിച്ചു പറിക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഫ്രാൻസിസ്കോയുടെ സുഹൃത്തുക്കൾ വഴിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ പദയാത്രികരായിട്ട് കുറേ ആൾക്കാർ വരുന്നത് കണ്ടു. പദയാത്രികരാണെങ്കിൽ അവരുടെ കയ്യിൽ പണമൊന്നും കാണില്ല എന്നായിരുന്നു ഇവരുടെ വിചാരം. സാധാരണ വരാറുള്ളത് കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ഒക്കെയാണ്. അങ്ങനെ വരുന്നവരുടെ കയ്യിൽ പണവും കാണും. അതുകൊണ്ട് ഈ കൂട്ടാളികൾ ചെന്ന് ഫ്രാൻസിസ്കോയോട് പറഞ്ഞു, ഇന്ന് വരുന്നത് കുറച്ച് പദയാത്രികരാണ്. അപ്പോൾ ഫ്രാൻസിസ്കോ ചോദിച്ചു, അവരെത്ര പേരുണ്ട്? കൂട്ടാളികൾ പറഞ്ഞു 13 പേരുണ്ട്. ഫ്രാൻസിസ്കോ പറഞ്ഞു, 13? അതൊരു കൗതുകമുള്ള സംഖ്യയാണല്ലോ. ഞാൻ പണ്ട് കാപ്പർനാസം എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സുഖമില്ലാത്ത ഒരു സൈനികനെ ഒരു ആശാരിയായ പ്രവാചകൻ വന്ന് സുഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹം വല്ലതും ആണോ വരുന്നത്? ഞാൻ തന്നെ പോയി നോക്കാം. അങ്ങനെ ഫ്രാൻസിസ്കോ ഗുഹയിൽ നിന്നിറങ്ങി വഴിയിൽ പോയി നോക്കി. അപ്പോൾ ആ പദയാത്രികർ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. താൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ഇതെന്ന് ഫ്രാൻസിസ്കോയ്ക്ക് മനസ്സിലായി. ഇത് യേശുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ്. ഇദ്ദേഹം വിശുദ്ധനായൊരു പ്രവാചകനാണ് എന്ന് ഫ്രാൻസിസ്കോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഫ്രാൻസിസ്കോ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നമുക്കിവരെ ഗുഹയിലേക്ക് ക്ഷണിക്കാം. പക്ഷേ ഇദ്ദേഹം ഒരു പ്രവാചകനും മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ആയതുകൊണ്ട് നമ്മുടെ ഗുഹയിലുള്ള ചീട്ട് കളിക്കുന്ന സാധനങ്ങളൊന്നും അവർ കാണണ്ട, അതെടുത്ത് മാറ്റിവെക്ക്. അങ്ങനെ ഫ്രാൻസിസ്കോയുടെ സുഹൃത്തുക്കൾ മുന്നേ ഓടിപ്പോയി ഈ ചീട്ട് കളിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിവെച്ചു. ഫ്രാൻസിസ്കോ ആണെങ്കിൽ ഈ പ്രവാചകൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സന്ധ്യയാകാറായി, കൊടുങ്കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ തങ്ങിയിട്ട് പോകണം. ഞങ്ങളിവിടെ അടുത്തൊരു ഗുഹയിലാണ് താമസം. പ്രവാചകൻ ഈ ഫ്രാൻസിസ്കോയോടൊപ്പം ഗുഹയിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒപ്പം ചെന്നു. ഫ്രാൻസിസ്കോയും സുഹൃത്തുക്കളും അവരെ കൊണ്ടാവും വിധം സുഖസൗകര്യങ്ങൾ ഗുഹയിലൊരുക്കി. അത്താഴത്തിന് ശേഷം അവരെല്ലാവരും വളരെ സൗമ്യനായ ഈ പ്രവാചകന് ചുറ്റുമിരുന്നു. അദ്ദേഹം അവരോട് സംസാരിച്ചു. അദ്ദേഹത്തിൽ നിന്നുത്ഭവിച്ച വാക്കുകളുടെ പ്രവാഹത്തിൽ അവരെല്ലാവരും മുങ്ങിത്താണു. അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി
എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു വാക്യം പോലും യേശു അവരോട് പറഞ്ഞില്ലെങ്കിലും അവരുടെ എല്ലാവരുടെയും മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. ആയുധധാരികളായ ആ സംഘം തങ്ങൾ സാധാരണ കിടക്കാറുള്ള പരുക്കൻ മെത്തകൾ അതിഥികൾക്ക് കിടക്കാൻ നൽകി. അവരെന്നിട്ട് സ്വന്തം കുപ്പായങ്ങളാൽ മൂടി വെറും നിലത്ത് കിടന്നു. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ഫ്രാൻസിസ്കോ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ഗാഠനിദ്രയിലാണ്ട് കിടക്കുന്ന പ്രവാചകൻ്റെ ശരീരം മുഴുവനായിട്ട് മൂടിയിട്ടില്ല എന്ന് കണ്ടു. അപ്പോൾ അയാൾ തൻ്റെ നീളൻ കുപ്പായം കൊണ്ട് യേശുവിനെ പുതപ്പിച്ചു. എന്നിട്ട് തണുപ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിറ്റേന്ന് രാവിലെ ഫ്രാൻസിസ്കോയുടെയും കൂട്ടരുടെയും ഒപ്പം യേശുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഇവർ അദ്ദേഹത്തെ പ്രധാന വഴി വരെ കൊണ്ടുചെന്നാക്കി. വിട പറയുന്നതിന് മുമ്പ് യേശു അവരോട് നന്ദി പറഞ്ഞു. അവരുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ തനിക്ക് സാധിച്ചു നൽകാനാകുന്നതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിസ്കോ പറഞ്ഞു, 1 അല്ല 4 എണ്ണമുണ്ട്. 1, എനിക്ക് ചീട്ടുകളി വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചീട്ട് കളിക്കുമ്പോഴെല്ലാം വിജയിക്കണം. 2, എൻ്റെ ഗുഹയുടെ മുന്നിലെ പാറയിൽ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ആരെങ്കിലും ഇരുന്നാൽ എൻ്റെ അനുവാദം കൂടാതെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റരുത്. 3, എൻ്റെ ഗുഹയുടെ മുന്നിലെ നാരകമരത്തിൽ ഞാൻ ആവശ്യപ്പെട്ട് കയറുന്നവർക്ക് ഞാൻ പറയാതെ അതിൽ നിന്ന് ഇറങ്ങാനാവരുത്. അവസാനമായിട്ട് മരണത്തിൻ്റെ മാലാഖയായ എസ്രയേൽ ഏത് രൂപത്തിൽ വന്നാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. ഫ്രാൻസിസ്കോയുടെ ആവശ്യങ്ങൾ കേട്ട രക്ഷകൻ സങ്കടത്തോടെ ചിരിച്ചിട്ട് പറഞ്ഞു, മകനെ, നിൻ്റെ ആവശ്യങ്ങൾ തികച്ചും ബാലിശമായി പോയല്ലോ. എങ്കിലും അവയെല്ലാം അതിൻ്റെ ലാളിത്യത്തോടെ നടക്കട്ടെ. പക്ഷേ 5 ഞാൻ ഒന്നുകൂടി നിനക്ക് നൽകാം. നിൻ്റെ തെറ്റ് മനസ്സിലാക്കി എപ്പോഴെങ്കിലും നിനക്ക് ഒരാവശ്യം കൂടി ചോദിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഒരു അവസരം കൂടി നിനക്കുണ്ടാകുന്നതായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് യേശു അവരുടെ യാത്ര പറഞ്ഞ് ദേവാലയത്തിലേക്ക് പോയി. വർഷങ്ങൾ കടന്നുപോയി. ഫ്രാൻസിസ്കോയുടെ കൂട്ടുകാർ ഓരോരുത്തരായിട്ട് അയാളുടെ വഴി പിരിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരണത്തിൻ്റെ മാലാഖയായ എസ്രയേൽ അങ്ങോട്ട് വരുന്നത് അയാൾ കണ്ടത്. അങ്ങ് ദൂരെ നിന്നേ അയാൾക്ക് എസ്രയേലിനെ മനസ്സിലായി. അപ്പോൾ അയാൾ എസ്രയേലിനെ തൻ്റെ മുന്നിലുള്ള പാറക്കല്ലിൽ ഇരിക്കുവാൻ ക്ഷണിച്ചു. മാലാഖ സ്വസ്ഥമായിട്ടിരുന്നു എന്ന് കണ്ടപ്പോൾ ഫ്രാൻസിസ്കോ പൊട്ടിച്ചിരിച്ചു. ഫ്രാൻസിസ്കോ പറഞ്ഞു, എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റി. നിങ്ങൾ എസ്രയേലല്ലേ? എൻ്റെയോ എൻ്റെ കൂട്ടുകാരുടെ ജീവൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ വന്നാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി ഞാൻ അനുവാദിക്കാതെ നിങ്ങൾക്ക് ഈ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനേ പറ്റില്ല. ഇത് കേട്ട മാലാഖ പാറയിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അവസാനം തന്നെ വിട്ടയക്കണമെന്ന് ദയനീയമായിട്ട് അയാളോട് അപേക്ഷിച്ചപ്പോൾ ഇനി അടുത്ത 15 വർഷത്തേക്ക് തൻ്റെയോ തൻ്റെ കൂട്ടുകാരുടെ ജീവൻ എടുക്കാൻ പാടില്ല എന്ന് പ്രതിജ്ഞ ഏൽപ്പിച്ചിട്ട് എസ്രയേലിനെ ഫ്രാൻസിസ്കോ വിട്ടു. അങ്ങനെ 15 വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഫ്രാൻസിസ്കോ ഒറ്റയ്ക്കാണ്. ചീട്ടുകളി മടുത്ത് അയാളുടെ കൂട്ടുകാരെല്ലാവരും പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മരണത്തിൻ്റെ മാലാഖയായ എസ്രയേൽ ഒരു തവണ കൂടി വരുന്നത് ഈ ഫ്രാൻസിസ്കോ കണ്ടു. അയാളുടനെ തൻ്റെ മെത്തയിൽ കയറി കിടന്നിട്ട് ദേഹം മുഴുവൻ പുതച്ചു. അവിടെ കിടന്ന് മൂളുകയും ഞരങ്ങുകയും ചെയ്തു. എസ്രയേൽ മാലാഖയാണെങ്കിൽ ഒരു സന്യാസിയുടെ വേഷത്തിലാണ് ചെന്നത്. ഇത്തവണ തന്നെ തിരിച്ചറിയില്ല എന്നാണ് എസ്രയേൽ കരുതിയത്. തിരിച്ചറിഞ്ഞു എന്ന് ഫ്രാൻസിസ്കോ കൊണ്ട് ഭാവിച്ചതുമില്ല. തൻ്റെ ഗുഹയിലേക്ക് കയറി വന്ന സന്യാസിയോട് അയാൾ പറഞ്ഞു, എനിക്ക് വല്ലാത്ത പനിയുണ്ട്, നല്ല ക്ഷീണവുമുണ്ട്. എനിക്ക് ആ മുന്നിലെ നാരകമരത്തിൽ നിന്നൊരു നാരങ്ങ പറിച്ച് ഇത്തിരി വെള്ളം ഉണ്ടാക്കി തരാമോ? എന്തായാലും ജീവൻ എടുക്കാൻ പോവല്ലേ, അതിനു മുമ്പ് ഇത്തിരി നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാം എന്ന് മാലാഖയും കരുതി. മാലാഖ നാരങ്ങ പറിക്കാൻ വേണ്ടി മരത്തിൽ കയറി. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. ഫ്രാൻസിസ്കോ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാതെ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, നിന്നെ എനിക്ക് ഇത്തവണയും മനസ്സിലായി. അപ്പോൾ മാലാഖ എങ്ങനെയെങ്കിലും തന്നെ ഇവിടെ നിന്ന് ഇറക്കണം എന്ന് ഫ്രാൻസിസ്കോയോട് പറഞ്ഞു. ഫ്രാൻസിസ്കോ ഇത്തവണയും പറഞ്ഞു, എനിക്ക് 15 വർഷം കൂടി സമയം തരണം, 15 വർഷം കഴിഞ്ഞ് എന്നെ ജീവൻ എടുക്കാൻ വരാവൂ. അങ്ങനെ മാലാഖ ഇത്തവണയും തിരിച്ചുപോയി. ഫ്രാൻസിസ്കോ വീണ്ടും 15 വർഷം കൂടി ജീവിച്ചു. അങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷം മാലാഖ വീണ്ടും വന്നു. ഇപ്പോൾ ഫ്രാൻസിസ്കോ ഒരു വൃദ്ധനാണ്. കഴിഞ്ഞ 2 തവണയും തന്നെ പറ്റിച്ചതുകൊണ്ട് ഫ്രാൻസിസ്കോ ഇത്തവണ എന്തെങ്കിലും വിദ്യ പ്രയോഗിക്കും എന്ന് മാലാഖയ്ക്ക് തോന്നി. മാലാഖ പറഞ്ഞു, ഇത്തവണ നിൻ്റെ വിദ്യയൊന്നും എൻ്റെ അടുത്ത് നടപ്പില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഫ്രാൻസിസ്കോ പറഞ്ഞു, ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കെട്ട് ചീട്ടും കൂടി എടുക്കാൻ സമ്മതിക്കണം. ചീട്ടുകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ ഇയാൾ പഴയതുപോലെ എന്തെങ്കിലും പണി ചെയ്യുമോ എന്ന് മാലാഖയ്ക്ക് തോന്നി. അതുകൊണ്ട് മാലാഖ ഇയാൾക്ക് ഒരു കെട്ട് ചീട്ടെടുക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ഇവർ ആദ്യം സ്വർഗത്തിൻ്റെ കവാടത്തിലേക്കാണ് പോയത്. കവാടത്തിൽ തന്നെ വിശുദ്ധനായ പത്രോസ് നിൽപ്പുണ്ടായിരുന്നു. നന്മയുള്ള ആത്മാക്കളെ മാത്രമേ അദ്ദേഹം അകത്തേക്ക് പ്രവേശിപ്പിക്കാറുള്ളൂ. സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ വന്ന ആളുടെ കയ്യിൽ ഒരു കെട്ട് ചീട്ടിരിക്കുന്നത് കണ്ട പത്രോസ് അപ്പോൾ തന്നെ ഫ്രാൻസിസ്കോയോട് പറഞ്ഞു, നിനക്കിവിടെ സ്ഥാനമില്ല, നീ നേരെ നരകത്തിലേക്ക് പൊക്കോ. എസ്രയേൽ മാലാഖ ഫ്രാൻസിസ്കോയും കൊണ്ട് നരകത്തിൻ്റെ കവാടത്തിലേക്ക് ചെന്നു. അവിടെ ആത്മാക്കളെ സ്വീകരിക്കാനായിട്ട് ഇബിലിസ് ഇരിപ്പുണ്ടായിരുന്നു. മരണത്തിൻ്റെ മാലാഖ ആരെയാണ് കൊണ്ടുവന്നതെന്ന് കണ്ടപ്പോൾ ഇബിലിസിന് സന്തോഷമായി. നീ വന്നോ ഫ്രാൻസിസ്കോ, നിന്നെ കുറേ കാലമായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
നിങ്ങളോട് ചീട്ട് കളിച്ച് പരാജയപ്പെട്ട പലരും നിങ്ങൾ പരാജയപ്പെട്ട് കാണാൻ ആഗ്രഹിച്ച് ഇവിടെ കഴിയുന്നുണ്ട്. ഒട്ടനവധി ആൾക്കാരെ ഈ നരകത്തിലേക്ക് സംഭാവന ചെയ്ത ഒരാളാണ് നീ. സ്വർഗത്തിലേക്ക് പോവേണ്ടിയിരുന്ന പലരുടെയും സ്വർഗ്ഗപ്രവേശം നീ കാരണമാണ് മുടങ്ങിയത്. നിന്നെയാണെങ്കിൽ എരിയുന്ന കനൽക്കട്ടയിലിട്ട് ചൂടാനാണ് എൻ്റെ തീരുമാനം. അതിനു മുമ്പ് നമുക്കൊന്ന് കളിച്ച് നോക്കാം. എന്താ? നിങ്ങളുടെ കയ്യിൽ ചീട്ടുമുണ്ടല്ലോ, ഇബ്ലീസ് പറഞ്ഞു. അങ്ങനെ ഇബ്ലീസും ഫ്രാൻസിസ്കോയും കൂടെ കളിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ തവണ കളിച്ചു ഫ്രാൻസിസ്കോയാണ് ജയിച്ചത്. സാത്താൻ തോറ്റു. അപ്പോൾ സാത്താൻ പറഞ്ഞു ഒന്നുകൂടെ കളിച്ച് നോക്കാം. അത്തവണയും ഫ്രാൻസിസ്കോ ആണ് ജയിച്ചത്. മൂന്നാമത്തെ തവണ കളിച്ചു. അപ്പോഴും ഫ്രാൻസിസ്കോ ജയിച്ചു. അങ്ങനെ 7 തവണ ഇവർ മത്സരിച്ചു. 7 തവണയും ഫ്രാൻസിസ്കോ ആണ് ജയിച്ചത്. അതോടെ സാത്താന് ദേഷ്യം വന്നു. നിനക്ക് എൻ്റെ നരകത്തിൽ സ്ഥാനമില്ല, എങ്ങോട്ടെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ നരകത്തിൽ നിന്ന് ഇബ്ലീസ് ഓടിച്ചു വിട്ടു. അപ്പോഴാണ് ഫ്രാൻസിസ്കോ തനിക്ക് രക്ഷകൻ നൽകിയ പ്രവാചകൻ നൽകിയ 5ാമത്തെ വരത്തെപ്പറ്റി ഓർത്തത്. എസ്രയേലിനോട് ഫ്രാൻസിസ്കോ പറഞ്ഞു, എന്നെ ഒരു തവണ കൂടി സ്വർഗത്തിൻ്റെ കവാടത്തിൽ എത്തിക്കണം. വീണ്ടും വാതിൽ മുട്ടുകേട്ടിട്ട് വിശുദ്ധനായ പത്രോസ് വന്ന് വാതിൽ തുറന്നു. ഫ്രാൻസിസ്കോ പറഞ്ഞു, പ്രവാചകനോട് ഒരു തവണ കൂടി വരം ചോദിക്കാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ കൂടി അകത്തേക്ക് കടത്തണം. ചീട്ടുകെട്ടുകളൊക്കെ കളഞ്ഞ് പ്രവാചകനെ കാണാൻ വേണ്ടി തയ്യാറായിട്ട് നിന്നിരുന്ന ഫ്രാൻസിസ്കോയെ പത്രോസ് അകത്തേക്ക് വിളിച്ചു. പ്രഭുവിനെ കാണാൻ അനുവദിച്ചു. തൻ്റെ ജീവിതം തെറ്റുകൾ നിറഞ്ഞതായിരുന്നു എന്ന് സമ്മതിച്ച് രക്ഷകൻ്റെ കാലിൽ വീണ് കരഞ്ഞ ഫ്രാൻസിസ്കോയെ അദ്ദേഹം കരുണയോടെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്തു. അങ്ങനെ ജീവിതകാലം മുഴുവൻ ചീട്ട് കളിച്ച് നടന്ന ഫ്രാൻസിസ്കോ സ്വർഗത്തിൽ ഇടം നേടി. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.